ഹലോ, ഒരു പ്ലാനിങ് ഇല്ലാണ്ട് ഞങ്ങൾ അങ്ങനെ ഒരു യാത്രയ്ക്ക് ഇറങ്ങിയേക്കോട്ടോ. വേറെ എങ്ങോട്ടും അല്ല, മൂന്നാർക്ക്. ഞങ്ങൾ 2 ബൈക്കിനായിട്ടായിട്ടോട്ട് പോയത്. ഏകദേശം ഒരു 4 മണിക്കൂറിലെ യാത്രയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ജ്യൂസൊക്കെ കുടിച്ചാട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. സത്യത്തിൽ ഞങ്ങൾ ഈ യാത്ര നടത്തിയത് നമ്മുടെ റിപ്പബ്ലിക് ഡേയുടെ ടൈമിലായിരുന്നു കേട്ടോ. എല്ലാവർക്കും അവധി ദിവസം ആയതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്ക് പ്രതീക്ഷിച്ചിരുന്നു. നമ്മുടെ ചിയാപ്പാറ വാട്ടർഫോൾസ് കണ്ടോ? റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ആയിരിക്കും ഞാൻ ഒട്ടും വിചാരിച്ചില്ല. അതിന്റെ തൊട്ടടുത്തുള്ള നമ്മുടെ വാട്ടർഫോൾസിന്റെ പേര് ഞാൻ മറന്നുപോയി. അവിടെ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്, ആൾക്കാരൊക്കെ ഒന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അങ്ങനെ ഫുഡിന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു കേട്ടോ. അവസാനം കുറേ നേരം കാത്തിരുന്ന് ഞങ്ങളുടെ ഫുഡ് വന്നു. ബിരിയാണി ആയിരുന്നു ഞങ്ങളെല്ലാവരും പറഞ്ഞത്. കൊള്ളാം, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബിരിയാണി ആയിരുന്നു. ഫുഡ് കഴിച്ചിറങ്ങിയപ്പോൾ ബുള്ളറ്റ് കൊണ്ടുവന്ന് ഞങ്ങളുടെ വണ്ടിക്ക് കുറുകെ വെച്ചേക്കോ. പിന്നെ കഷ്ടപ്പെട്ട് അതൊക്കെ ഒന്ന് വലിച്ചു പൊക്കി മാറ്റി ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു. എനിക്ക് ഈ വലിയ പാറയൊക്കെ കാണുമ്പോൾ സത്യത്തിൽ ഇച്ചിരി നെഗറ്റിവിറ്റി കയറി വന്നിട്ടുണ്ട്. മൂന്നാർ ഈസിക്കൽ ടു തേയിലത്തോട്ടം, അതാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. മൂന്നാർ എന്ന് പറയുമ്പോൾ തന്നെ ആ വൈബ്, ആ പ്രകൃതി ഭംഗിയൊക്കെ, ആ തേയിലത്തോട്ടത്തിന്റെ പച്ചപ്പും ഹരിതാഭയൊക്കെ ആണല്ലോ അല്ലേ. സത്യത്തിൽ ഇപ്പോഴത്തെ ക്ലൈമറ്റ് നമുക്ക് ഒട്ടും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. രാവിലെ ഭയങ്കര ചൂടായിരുന്നു. അതുകൊണ്ട് തന്നെ ജാക്കറ്റ് ഒക്കെ എടുത്തതിന് ഞാൻ സത്യത്തിൽ വിഷ്ണുവിന് ഒരുപാട് ചീത്ത പറഞ്ഞു കേട്ടോ വന്നത്. അങ്ങനെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും കുഞ്ചു അങ്ങ് ഉറക്കമായിട്ടോ. അല്ലെങ്കിൽ വണ്ടി കയറി അവൾക്ക് ഉറക്കം പതിവുള്ളതാ. ഒരു വശത്തിന് ഈ കടകളുടെയൊക്കെ മുമ്പിൽ വരുമ്പോൾ അവൾ ഉറങ്ങിയത് നല്ല കാര്യമായിരുന്നു കേട്ടോ. അങ്ങനെ പോകെ പോകെ കളി അങ്ങ് മാറി. തണുപ്പില്ല, ഭയങ്കര ചൂടാന്ന് പറഞ്ഞു വന്നിട്ട് നല്ല തണുപ്പ്, സൂപ്പർ. തണുപ്പ് തുടങ്ങിയതും കയ്യിൽ നിന്ന് പോയി. ഉറങ്ങിക്കിടന്ന കുഞ്ചു വരെ അങ്ങ് എണീറ്റു. പിന്നെ അവൾ എൻ്റെ ജാക്കറ്റ് വിട്ട് ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടതാ. ഞങ്ങളുടെ ഡെസ്റ്റിനേഷനായിരുന്നു എരവികുളം നാഷണൽ പാർക്കായിരുന്നു. ഏകദേശം 4 മണിക്ക് അവിടെ എൻട്രി ക്ലോസ് ചെയ്യും കേട്ടോ. ഞങ്ങളൊക്കെ എത്തിയപ്പോഴേക്കും 3 മണിയായി. 200 രൂപയാണ് അവിടെ ഒരാളുടെ എൻട്രി ഫീസ് എന്ന് പറയുന്നത്. നല്ല തിരക്കായിരുന്നു. നല്ല ഒരു ക്യൂ നിന്നിട്ടാട്ടോ ഞങ്ങൾ എത്തിയത്. ഓരോരുത്തരെയും കൊണ്ടുപോകാൻ വേണ്ടി കുറച്ചധികം ബസ് വരും. ഇടി വെച്ച് ബസ്സിൽ കയറി അല്ല കുഞ്ചു? അപ്പൊ ഇനി നമുക്ക് ടൈഗറിനെ കാണാം. ടൈഗർ ഉണ്ടാവോ ഇവിടെ? എന്താ അമ്മ കാണാനുള്ളതെന്ന് ചോദിച്ചാട്ടോ കുഞ്ചു വന്നത്. സത്യത്തിൽ എനിക്കും വലിയ ഊഹമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ചുമ്മാ ടൈഗർ ഉണ്ട്, അതുണ്ടെന്നൊക്കെ അടിച്ചു വിട്ടാട്ടോ കുഞ്ചുവിനെ കൊണ്ട് വന്നത്. പക്ഷെ വളരെയധികം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ആ ക്ലൈമറ്റ്, ആ ബസ്സിൽ പോകുമ്പോൾ നമുക്ക് ആ കാണുന്ന കാഴ്ച നമുക്ക് എത്രത്തോളം ഈ ഫോട്ടോയിൽ കൂടി മനസ്സിലാക്കുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇവിടെ എന്താ കാണാനുള്ള? ആട്ടുമ്പേ കണ്ട? ആട്ടുമ്പേ കാണോ? ഒന്നും കാണാറൊന്നുമില്ല. പക്ഷെ ക്ലൈമറ്റ് പൊളി. നടക്കാതിരുന്ന് നടക്കുന്നവർക്ക് ഇതുപോലെ ഇങ്ങനെ കഥയ്ക്കാം. അവിടെ ആടിനെ കാണാന്നുള്ള ആടിന്റെ സൈൻ ബോർഡുകളാട്ടോ അവിടെ എഴുതി വെച്ചിരുന്നത്. എനിക്കിതിനെപ്പറ്റി കൂടുതലൊന്നും അറിയത്തില്ല. ഞാൻ പറയുന്നത് തെറ്റായിരിക്കും ചിലപ്പോൾ കേട്ടോ. പക്ഷെ ക്ലൈമറ്റ് ഒക്കെ അടിപൊളി. അങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ അവിടെ ഒരു അമ്പലം കേട്ടോ. കാടല്ലേ, അപ്പൊ കാട്ടിലെ ദൈവമൊക്കെ ആയിരിക്കും. അങ്ങനെ ഞങ്ങൾ തപ്പി നടന്നതാ ഒരു പച്ചിലപ്പാമ്പിനെ അവിടെ കണ്ടെത്തി. ഏകദേശം ഇവിടം വരെയുള്ളൂ നമുക്ക് എൻട്രൻസ് കേട്ടോ. പിന്നെ അങ്ങോട്ട് എന്തോ പെട്ടിമിടി ദുരന്തമൊക്കെ നടന്ന സ്ഥലം ആയതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കയറ്റില്ല. ഞങ്ങൾ പ്രത്യേകിച്ച് ഒന്നിനും കണ്ടൊന്നുമില്ല. പിന്നെ ക്ലൈമറ്റ് ഒക്കെ പൊളിയാണ്, അടിപൊളി ക്ലൈമറ്റ് ആണ്. കുഞ്ചുവിനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നത് ടൈഗർ ഉണ്ട്, എലിഫന്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞാണ് അല്ലേ കുഞ്ചു? കുഞ്ചു അതിനൊക്കെ കാണാൻ വേണ്ടിയാണ് ആക്ച്വലി വന്നത്. പക്ഷെ ഞങ്ങള് ഒരു പാമ്പ് അല്ലേ, ഒരു പച്ചില പാമ്പിനെ റീൽസും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ 2-3 പ്ലേസ് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ പോയി കുറച്ച് ഫോട്ടോസ് റീൽസൊക്കെ എടുക്കാന്ന് വെച്ചു, എന്നിട്ട് തിരിച്ചു പോവാ. അത്രേ ഉള്ളൂ. അപ്പം എന്തെങ്കിലും അടിപൊളിയായിട്ട് എന്തെങ്കിലും കാണാൻ ഉണ്ടാകുവാണെങ്കിൽ ഞാൻ കാണിക്കാം. അപ്പം അത്രേ ഉള്ളൂ. ബൈ. അങ്ങനെ ബയ്യം പറഞ്ഞ് ഇറങ്ങുമ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞു, ഇതാണ് നമ്മുടെ നീലക്കുറിഞ്ഞി. ഇനി ആള് 2030 കേട്ടോ പൂക്കുന്നത്. നല്ല ഭംഗിയായിരിക്കും, അന്ന് വരണം എന്നൊക്കെ പറയുകയും ചെയ്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. എന്താ പ്രശ്നം? അതെ, അങ്ങനെ ഞങ്ങൾക്ക് അവൾക്ക് വേണ്ടി ന്യൂഡിൽസും പറഞ്ഞു. ഞങ്ങൾ നല്ല ചൂട് ചായയും കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചേട്ടൻ ബൺ ഓംലെറ്റ് ഉണ്ടാക്കുന്ന കണ്ടു. അപ്പം അതും വാങ്ങിച്ചു. അതെല്ലാം വാങ്ങിച്ചു ഒരു കഴിക്കലും കഴിച്ചു. ഞങ്ങൾ നേരെ ഞങ്ങളുടെ റൂമിലേക്കാട്ടോ പോയത്. സത്യത്തിൽ ആകെപ്പാടെ ക്ഷീണിച്ചു പോയി. തണുപ്പ് നമുക്ക് അങ്ങോട്ട് സെറ്റ് ആകണ്ടായിരുന്നില്ല. രാത്രി ക്ഷീണിച്ച് വന്ന് കടന്നുകൊണ്ട് തന്നെ ഞാനൊരു സൈൻ ഓഫ് ഒക്കെ എടുക്കാനൊക്കെ ഞാൻ മറന്നുപോയി കേട്ടോ. അപ്പം ഞങ്ങളുടെ നെക്സ്റ്റ് ഡേയിലെ വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരാൻ കേട്ടോ. ഞങ്ങൾ എവിടെയാണ് താമസിച്ചത്, എങ്ങനെയായിരുന്നു എന്നൊക്കെ അടിപൊളിയായിട്ട് കാണിച്ചു തരാം. ഒരു അടിപൊളി റിസോർട്ടിലായിരുന്നു ഞങ്ങൾ താമസിച്ചത്. അപ്പോൾ പുതിയ വിശേഷമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.